إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير സ്നേഹാധീനരായിട്ടുള്ള സത്യവിശ്വാസികളെ വിശ്വാസികൾ, ലോകനിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് അവരെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായ എന്നോടും തുടർന്ന് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം അതെന്താന്ന് വെച്ചാല് എല്ലാവർക്കും സമയമല്ല. എല്ലാവരും തിരക്കാണ്, ബിസിയാണ്. അതല്ലെങ്കിൽ അവനെ കാണുന്നില്ലല്ലോ, അവനെ കിട്ടുന്നില്ലല്ലോ, അതല്ലെങ്കിൽ ഒഴിവില്ല, ഒരു ദിവസം ഒഴിവില്ല. ഈ വക കാര്യങ്ങള് നമ്മളിപ്പോ ഒരുപാട് കേട്ടുവരികയാണ്. എല്ലാ ആളുകൾക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്. ഒരു നല്ല കാര്യം ചെയ്യാൻ, എന്തിനേറെ വളരെ ബർക്കത്തുള്ളൊരു ദിവസത്തിൽ, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസത്തിൽ, ആ ദിവസം ഒന്ന് നേരത്തെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിൽ വരാൻ പോലും നമുക്ക് സമയമില്ല, ആളുകൾക്ക് സമയമില്ല. ഇത് ഈ ഒരു പ്രവണത ലോകത്തിന്റെ അവസാന ഭാഗമായിക്കൊണ്ടിരിക്കുമ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ, ലോകം വളരെ സ്പീഡിലാണ് ഓടുന്നത്. നമുക്കറിയാം, പഴയ ആളുകൾ അവര് ജീവിച്ചു പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എത്രയോ മടങ്ങ് വേഗത്തിലാണ് ഇന്നത്തെ ആളുകൾ ജീവിക്കുന്നത്. ഒരു മരം നമ്മൾ നടുകയാണെങ്കിൽ, ഒരു തെങ്ങ് അല്ലെങ്കിൽ കവുങ്ങിന്റെ തൈ നമ്മൾ നടുകയാണെങ്കിൽ, ഇന്ന് നമുക്ക് വേണ്ടത്
3 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന, എത്രയും പെട്ടെന്ന് കായ്ക്കുന്ന തയ്യാ വേണ്ടി. അങ്ങനത്തത് നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സജീവമാണ്. പണ്ട് 25 അല്ലെങ്കിൽ 10 കൊല്ലം എടുത്ത് കായ്ച്ചത് ഇന്ന് ആ സമയമാകുമ്പോത്തിന് പുതിയ തൈകൾ വാങ്ങി വെക്കുന്ന അത്രയും സ്പീഡില് ലോകം അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കാൻ. എന്തിനേറെ നമുക്ക് വലിയ വീഡിയോകൾ 5, 10, 20 മിനിറ്റുള്ള വീഡിയോ കണ്ടിരിക്കാൻ ഇന്ന് കഴിയുന്നില്ല. എല്ലാവർക്കും വേണ്ടത് 1 മിനിറ്റ്, ഏറി വന്ന 1.5 മിനിറ്റിന്റെ റീൽസ് ആണ് താല്പര്യം. എല്ലാ സംഗതി അങ്ങനെ തന്നെ. പിന്നെ നമ്മുടെ ലൈഫ് ഇങ്ങനെ ഓരോ ദിവസവും വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കാൻ. എന്തിനേറെ നമ്മൾ വാട്സപ്പില് ഒരു വോയിസ് മെസ്സേജ് കേൾക്കുമ്പോ അതുപോലും പിന്നെ 1.5x അതല്ലെങ്കിൽ 2x സ്പീഡില് അതൊന്ന് സ്വസ്ഥമായിട്ട് കേൾക്കാൻ പോലും നമുക്ക് നേരല്ല. അപ്പൊ വളരെ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകം. അപ്പോ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, റസൂൽ പറഞ്ഞല്ലോ ഇത് പ്രകടമാകും, ഈ ഒരു സാഹചര്യം ഉണ്ടാകും. ലാ തഖൂമു സ്സാഅതു ഹത്താ യതഖാറബു സമാൻ. സമയം ഇങ്ങനെ അടുത്ത് വരിക എന്ന് പറയുന്നത് അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. എങ്ങനെയെന്ന് വെച്ചാല് ഫതകൂന സനതു കശ്ശഹർ, ഒരു വർഷം നമുക്കൊരു മാസം പോലെ ഫീൽ ചെയ്യും. അതിന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കാൻ. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ റമദാൻ കഴിഞ്ഞിട്ട്, റമദാൻ ഇന്നലെ മെഞ്ഞാന്ന് കഴിഞ്ഞ പോലെയാണ് പെരുന്നാൾ, ചെറിയനാളും വെള്ളിരുന്നാളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ റമദാൻ കഴിഞ്ഞിട്ട് 5-ാമത്തെ മാസത്തിലാണ് നമ്മൾ ഓടുന്നത് എന്ന് പറഞ്ഞാൽ, സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സലഫുകളെ സംബന്ധിച്ചിടത്തോളം അടുത്ത മാസം തൊട്ട് വരാനിരിക്കുന്ന ഒരു റമദാനിനെ സ്വീകരിക്കാനുള്ള പണികൾ തുടങ്ങാനുള്ള സമയമായി. എന്തിനേറെ യുവാക്കളൊക്കെ ഒരു മാസം ഇപ്പൊ വേൾഡ് കപ്പിന്റെ പിറകിലായിരുന്നു. 4 വർഷം കൂടുമ്പോഴാണ് വേൾഡ് കപ്പ് വരിക. 2022 നടന്ന വേൾഡ് കപ്പ് തന്നെ ഇപ്പൊ നടന്നു എന്ന ഫീലാണ്. അത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് 2026 വേൾഡ് കപ്പും കഴിഞ്ഞ് ലോകം ഇങ്ങനെ ചീറി പാഞ്ഞുകൊണ്ടിരിക്കാൻ. അതേപോലെ തന്നെ വശഹ്റു കൽ ജുമുഅ, ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചന്റെ ഫീല് നമുക്ക് ഉണ്ടാകുള്ളൂ. എത്ര എളുപ്പമാണ് അല്ലെ. ഈ തൊട്ടടുത്താണ് നമ്മൾ കുട്ടികളെ സ്കൂളിൽ ചേർത്തിയത്, പുതിയ പുസ്തകം വാങ്ങിക്കൊടുത്തത്. പുതിയ സ്കൂൾ അല്ലെങ്കിൽ പുതിയ കോളേജിൽ അഡ്മിഷൻ എടുത്തത് ഇപ്പൊ അടുത്താണ്. 2 മാസമായി, 60 ദിവസമായി. എത്ര പെട്ടെന്നാണ്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഓണത്തിന്റെ പരീക്ഷ വരികയാണ്, വെക്കേഷനും വീണ്ടും ആരംഭിക്കാൻ തുടങ്ങാൻ. ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരു ആഴ്ചയായി നമുക്ക് ഫീൽ ചെയ്യുന്നു. അതേപോലെ തന്നെ ജുമുഅകള് ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലെ ഫീൽ ചെയ്യാൻ. വെള്ളിയാഴ്ചകൾ ഇങ്ങനെ പെട്ടെന്ന് കടന്നു പോകാൻ. അതേപോലെ തന്നെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇന്ന് തീരെ വിലല്ല. രാവിലെ എണീക്കുന്നു, വൈകുന്നേരമാകുന്നു, രാത്രിയാകുന്നു, കടന്നുറങ്ങുന്നു, ഒരു ദിവസം അവിടെ കഴിയാണ്. അപ്പോ ഇങ്ങനെ ഒരു ഫീല് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. റസൂല് ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരാൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു വിശ്വാസി ഉൾക്കൊള്ളേണ്ട ഒരു സംഗതി എന്താണ്? ലോകവും സമയവും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വേഗത്തില് ചീറിപ്പോഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു വിശ്വാസി മനസ്സിലാക്കുന്ന സംഗതി എന്ന് പറഞ്ഞാൽ, ഒരു വർഷം ഒരു മാസം പോലെ തീരുമ്പോ, ഒരു മാസം ഒരാഴ്ച പോലെ തീർന്നുകൊണ്ടിരിക്കുമ്പോ ഒരു വിശ്വാസി അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നത് എന്റെ മരണത്തിലേക്കുള്ള ദൂരം അത് അതിവേഗം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊരു പാഠം വിശ്വാസി ഉൾക്കൊള്ളൂ. ആ ദുനിയാവിന്റെ ആ തിരക്കലുകൾക്കിടയിൽ ഓടുന്നതിന്റെ ഇടക്ക് ആഖിറത്തിന് വേണ്ടിയിട്ട് വിശ്വാസി സാധനങ്ങള് അല്ലെങ്കിൽ ആ യാത്രക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ വിശ്വാസിന്റെ അടുത്ത് റെഡി ആയിരിക്കും. ഒരു വിശ്വാസി അങ്ങനെയാണ് കാണുക. ഇപ്പൊ മരിക്കും, അതല്ലെങ്കിൽ ഞാൻ യുവാവായി, ഇനി എത്രയും പെട്ടെന്ന് എന്റെ വാർദ്ധക്യം എന്നെ പിടിപെടും, മരണം എന്നെ പിടിപെടും എന്നൊരു ബോധം വിശ്വാസിക്കുണ്ടാകും. അപ്പൊ അതായിരിക്കണം ഒരു വിശ്വാസി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇതിലേറെ ഫാസ്റ്റായിട്ട് ലോകം കടന്നു പോകുകയാണെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വിശ്വാസി സമയം കണ്ടെത്തും. ഉണ്ടാകൂല. നമ്മളെ തിരക്ക് കഴിഞ്ഞിട്ട് ഒരു നല്ല കാര്യം ചെയ്യാൻ നമുക്ക് കഴിയൂല, നമ്മുടെ മരണം സംഭവിക്കല്ലാതെ.
നമ്മളെല്ലാ തിരക്കും ഒഴിവാക്കിയിട്ട് ഒരു നല്ല കാര്യം, ഒരു ദീനീ പ്രവർത്തനം, ദഅവാ പ്രവർത്തനം, അല്ലെങ്കിൽ ഒരു പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി ഒരു പ്രവർത്തനം പ്രവർത്തിക്കാൻ നമ്മളോട് കഴിയൂല. കാരണം അത്രയും നമ്മൾ ബിസിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സാഹചര്യത്തിലും നമ്മുടെ അമാനി മൗലവി, നമുക്കറിയാം, ആയിരക്കണക്കിന് പേജുകളുള്ള ഖുർആൻ നമുക്ക് വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടി മലയാളത്തില് അതിന്റെ തഫ്സീർ ചെയ്താണ്. ഒരാളും അമാനി മൗലവിക്ക് ഒരു രൂപ ശമ്പളം കൊടുത്തിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു ദീനി സംഘടനയോ അതല്ലെങ്കിൽ ഒരു ഗവൺമെന്റോ ഒരു രൂപ ശമ്പളമായിട്ട് കൊടുത്തിട്ടില്ല. തന്റെ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തി ഉറക്കൊഴിച്ച് തന്റെ ശരീരം അതിനു വേണ്ടി ചെലവഴിച്ച് കണ്ടെത്തി എഴുതിയ ഗ്രന്ഥമാണ് തഫ്സീർ. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹായ ആ ഗ്രന്ഥം എഴുതുന്നത് നമുക്ക് വേണ്ടി. അപ്പോ വിശ്വാസി എന്ത് ചെയ്യുന്നുണ്ട്? ഇത്ര ബിസിയാണെങ്കിലും വിശ്വാസിക്ക് വിജയിക്കാൻ വേണ്ട സംഗതി അവിടെ ചെയ്തു വെക്കും. ഇന്നത്തെ കാലത്തും നമ്മുടെയൊക്കെ സഹോദരന്മാർ, അല്ലെ, നമ്മുടെ പള്ളികളിലൊക്കെ കാണുന്ന ദഅവാ പ്രവർത്തനത്തിന്റെ പോസ്റ്ററുകൾ, സംസ്ഥാന കമ്മിറ്റിയുടെ പോസ്റ്ററുകൾ, ജില്ലാ കമ്മിറ്റിയുടെ പോസ്റ്ററുകൾ, അത് അവര് നിരന്തരം നമ്മുടെയൊക്കെ തിരക്കിന്റെ ഇടയിൽ, ഈ കുടുംബങ്ങൾക്കിടയിൽ, സന്തോഷത്തിന്റെ ഇടയിൽ, കല്യാണങ്ങൾക്കിടയിൽ, കളിന്റെ ഇടയിൽ, വിനോദത്തിന്റെ ഇടയിൽ അവര് സമയം ചെലവഴിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഗതികൾ നടന്നു പോകുന്നത്. അപ്പൊ ഒരു വിശ്വാസി എന്ത് ചെയ്യുന്നുണ്ട്? സമയം കണ്ടെത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അതിന് കഴിയണില്ലേ? നല്ല കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ലേ? അല്ലെങ്കിൽ സമയം പോരാ ഒന്നിനും തികയാത്ത ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലൈഫിൽ നിന്ന് പടച്ചോൻ ബർക്കത്ത് എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു സമയത്തിന്റെ കാര്യത്തിൽ മാത്രല്ല, സമ്പത്ത് ഒരുപാട് ഉണ്ടായതുകൊണ്ട്, നമ്മൾ ഇട്ട് മൂടാനുള്ള സമ്പത്ത് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. നമുക്ക് സംതൃപ്തിയും സമാധാനവും അതുകൊണ്ട് കിട്ടുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല. സമ്പത്തിൽ ബർക്കത്തില്ലെങ്കിൽ സമ്പത്തുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മുടെ ആയുസ്സും ആരോഗ്യവും നമുക്ക് മക്കളെ കൊണ്ടും നമ്മുടെ സമ്പത്ത് കൊണ്ടും പൊതിഞ്ഞ് എല്ലാ അനുഗ്രഹങ്ങളും പടച്ചോൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും ആരോഗ്യമില്ല, രോഗാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പോരാൻ കഴിയണില്ല എന്ന ഒരു ജീവിതമാണെങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ കുടുംബം, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ അറിവ്, ഇതിലെല്ലാം ബർക്കത്തില്ല എങ്കിൽ ഇതൊക്കെ വെറുതെയാണ്. എത്ര കിട്ടിയാലും അതൊരു തികയാത്ത ഫീല് നമുക്ക് ഉണ്ടാകും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ, സമയത്തെ പോലെ തന്നെ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതെങ്ങനെയാണ് കിട്ടുക? എവിടുന്നാണ് കിട്ടുക? നല്ല പൈസക്കാരന് പോയിട്ട് വാങ്ങാൻ കഴിയുന്ന ഒരു സംഗതിയാണോ? സമ്പത്ത് കൊണ്ട് അല്ലെങ്കിൽ സന്താനങ്ങളെ കൊണ്ട് അനുഗ്രഹിച്ച ഒരു വ്യക്തിക്ക് തന്റെ മക്കളെ പറഞ്ഞയച്ചാൽ, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ കിട്ടുന്ന ഒരു സംഗതിയാണോ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ? അല്ല. തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ സംഭവം കിട്ടണമെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് ദുനിയാവെന്ന് കിട്ടും. സമ്പത്ത് കിട്ടും, മക്കളെ കിട്ടും, നല്ല അഭിമാനം കിട്ടും, അധികാരം കിട്ടും, ഒക്കെ കിട്ടും. പക്ഷെ ബർക്കത്ത് കിട്ടണമെങ്കിൽ അത് മുൽക്കായ രാജാതിരാജനായ പടച്ച റബ്ബ് അതിങ്ങനെ തരുന്ന വേണം. അപ്പൊ അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് സംഗതികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വേർഡ്, ഈ ഒരു ഖുർആനിന്റെ ഭാഗം നമ്മൾ റീൽസിലും അതേപോലെ തന്നെ വാഹനങ്ങളുടെ മുകളിലൊക്കെ ട്രെൻഡായ ഒരു ആയത്തിന്റെ ഭാഗമാണ്. ലഇൻ ശകർതും ലഅസീദന്നകും. നമ്മളൊക്കെ ഒരുപാട് സ്റ്റാറ്റസ് വെച്ച, ഒരുപാട് വാഹനങ്ങളുടെ പുറത്ത് നമ്മൾ കണ്ട ഒരു വേർഡാണ്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ നന്ദി കാണിക്കുകയാണെങ്കിൽ പടച്ച റബ്ബ് ആ നന്ദിയിൽ നമുക്ക് വർധനവുണ്ടാക്കും. ഏത് സമയത്തും നമ്മളൊക്കെ എപ്പോഴാണ് പടച്ച റബ്ബിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാറുള്ളത് എന്ന് നമ്മളൊന്ന് ചോദിക്കുക. സങ്കടം ഉണ്ടാകുമ്പോ, ഇടങ്ങേറുണ്ടാകുമ്പോ എല്ലാവരും ഉണ്ടാകും. നമുക്ക് രോഗം വരുമ്പോ ഉയർത്താൻ, കൈകൾ ഉയർത്താൻ, കണ്ണിന്ന് കണ്ണുനീര് വരാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. തഹജ്ജുദ് നിസ്കരിക്കാൻ, സുജൂദ് ദീർഘിപ്പിക്കാൻ ഒരു മടി ഉണ്ടാവില്ല. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പറ്റുമ്പോ, നമ്മൾ സമ്പത്തിൽ നഷ്ടം വരുമ്പോ പടച്ച റബ്ബിന്റെ മുന്നിൽ ഖേദിച്ചുകൊണ്ട് എത്ര സമയം ചെലവഴിക്കാനും നമുക്കൊരു പ്രയാസം ഉണ്ടാകൂല.
പക്ഷേ ആ നമ്മള് സന്തോഷം ഉണ്ടാകുമ്പോ, സമാധാനം ഉണ്ടാകുമ്പോ, ഒരു പ്രയാസമില്ലാതെ കടന്നുറങ്ങാൻ കഴിയുമ്പോ, സമ്പത്ത് ഒരാളെയും പിന്നെ കഷ്ടപ്പെടുത്താതെ നമുക്കും നമ്മുടെ കുടുംബത്തിനും ലാവിഷായി ജീവിക്കാനുള്ള സമ്പത്ത് ഇങ്ങനെ ഓരോ മാസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ പടച്ച റബ്ബിനെ ശുക്ർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ശുക്ർ ചെയ്യുന്നവർക്ക് പറഞ്ഞതാണ് ഈ ബർക്കത്ത്. സമ്പത്തിൽ, ആയുസ്സിൽ, ആരോഗ്യത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു അത് നമുക്ക് ചെയ്തു തരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് സമയത്തും പ്രയാസം ഉണ്ടാകുമ്പോഴും സന്തോഷം ഉണ്ടാകുമ്പോഴും ഇടങ്ങേറുണ്ടാകുമ്പോഴും, അതല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പടച്ച റബ്ബിനെ ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോഴാണ് രണ്ട് ലോകത്തും, ഈ ലോകത്തും വരാനിരിക്കുന്ന ലോകത്തും നമുക്ക് ജയിക്കാൻ വേണ്ടി കഴിയാം. അപ്പോ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ നമ്മുടെ സ്റ്റാറ്റസുകളിലും നമ്മുടെ വാഹനങ്ങളുടെ പുറത്തും നമ്മുടെ റീലുകളിലും വരേണ്ട ഒരു വേർഡ് മാത്രല്ല അത്, ലഇൻ ശകർത്തും ലഅസീദന്നകും. അല്ലാഹുവിനെ നന്ദി കാണിക്കുക. യഥാർത്ഥ നന്ദി എന്ന് പറഞ്ഞാൽ 3 രൂപത്തിലാണ്. ഒന്ന്, ഹൃദയം കൊണ്ട് അംഗീകരിക്കുക, ഇതൊക്കെ തന്നത് പടച്ചോനാണ് എന്ന അംഗീകാരം നമ്മൾ കൊടുക്കുക, നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നാവ് കൊണ്ട് സ്തുതിക്കുക, അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് പറയാ. ആളുകളോട് അഹങ്കാരമില്ലാതെ എന്ത് ചെയ്യാ, അള്ളാന്റെ അനുഗ്രഹങ്ങൾ പറയാ. ഇതും നമ്മൾ ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റസ് വെക്കുന്നുണ്ട്, റീല് പിന്നെ ഷെയർ ചെയ്യുന്നുണ്ട്, സ്റ്റോറി ഇടുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മൂന്നാമത്തെ ഒരു കാര്യം കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥ നന്ദിയായിട്ട് അത് മാറുന്നത്, യഥാർത്ഥ ശുക്രായിട്ട് അത് മാറുന്നത്. അത് കർമ്മം കൊണ്ടുള്ള നന്ദിയാണ്. ഇവിടെയാണ് പല ആളുകളും തോറ്റുപോകുന്നത്. അംഗീകരിക്കാനും അൽഹംദുലില്ലാ പറയാനും അത് സ്റ്റാറ്റസ് വെക്കാനും ഒരു പ്രശ്നമില്ല. ധാരാളം സമ്പത്ത് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുമ്പോഴാണല്ലോ നമ്മൾ അധികം സന്തോഷിക്കുന്ന ഒരു സമയം. ഈ സമ്പത്ത് നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ നല്ലതിന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതാണ് മൂന്നാമത്തെ യഥാർത്ഥ നന്ദി, കർമ്മങ്ങൾ കൊണ്ട് നന്ദി ചെയ്യാന്ന് പറഞ്ഞാൽ. ധാരാളം പൈസ അക്കൗണ്ടിലേക്ക് വരുമ്പോ, അതല്ലെങ്കിൽ 1 കോടി അല്ലെ, ഇന്ന് നമ്മൾ കേരളത്തിന്റെ ശൈലി എന്ന് പറഞ്ഞാൽ വലിയ വീടും വലിയ കാറും, നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുക എന്നുള്ളതാണ് നമ്മുടെ ട്രെൻഡ്. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ നാട്ടിലുണ്ടാകും അത്തരത്തിലുള്ള വീടുകൾ. 1 കോടി 1.5 കോടി രൂപയൊക്കെ കൊടുത്ത് നമ്മളൊരു വീട് വെക്കുമ്പോ പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേ മാസം പള്ളിക്ക് വേണ്ടി ഒരു റെസിപ്റ്റ് ആയിട്ട് ചെല്ലുമ്പോ 500-ൽ കൂടുതൽ എഴുതാത്തൊരു പ്രവണത. എങ്ങനെയാണ് പടച്ചോനോട് നന്ദിണ്ട് നമ്മൾ പറയാ? അതല്ലെങ്കിൽ 20 ലക്ഷം റുപ്യന്റെ ഒരു വണ്ടി റെഡി പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിയിട്ട് പള്ളിക്ക് വേണ്ടി റെസിപ്റ്റ് ആയിട്ട് ചെല്ലുമ്പോ 200 റുപ്യ 300 റുപ്യ മുതുക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടെങ്കിൽ കർമ്മം കൊണ്ട് നന്ദിയുള്ളവരാണ് എന്നെങ്ങനെ നമ്മൾ പറയാ? അപ്പൊ അവിടെയാണ് പല ആളുകളും തോറ്റുപോകുന്നത്. നല്ല ആരോഗ്യം ഉണ്ടായിട്ട് അത് പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടിയിട്ട് ഒന്ന് ചെലവഴിക്കാൻ ശ്രമിക്കാത്തവര്, നല്ല മക്കളുണ്ട്, ആവുന്നത്ര വിദ്യാഭ്യാസം നമ്മൾ കൊടുത്തു, നമ്മുടെ സമ്പത്ത് അവർക്ക് വേണ്ടി ചെലവഴിച്ചു, അവർ വലിയ ജോലി നേടി. നമ്മൾ മരിച്ചു കിടക്കുമ്പോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, പുരസ്കാരത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥന നമ്മൾ അവരെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു നന്ദിയുള്ള അടിമയാണ് എന്ന് നമ്മൾ പറയാ? നമ്മുടെ ജീവിതത്തിൽ ആ മക്കളെ കൊണ്ട് എങ്ങനെ നമുക്ക് ബർക്കത്ത് കിട്ടുക? അപ്പോ അതേപോലെ തന്നെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സമയം നമ്മൾ ഒഴിവ് സമയത്ത്, നല്ല സമയത്ത്, സന്തോഷമുള്ള സമയത്ത് പടച്ചോന് ശുക്ർ ചെയ്യാൻ നമ്മൾ മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകുക? അപ്പൊ സൂചിപ്പിച്ച പോലെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അതില്ലാത്ത ഒരു ജീവിതം വളരെ പ്രയാസാണ്. എന്തൊക്കെ നമുക്കുണ്ടെങ്കിലും ബർക്കത്തില്ലെങ്കിൽ ജീവിതം കുടുസാകും. അപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാനും 2 ലോകത്തും, ഈ ലോകത്തും പരലോകത്തും നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ടും സദാസമയം നമ്മുടെ ജീവിതത്തിൽ പടച്ച റബ്ബിനെ ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد
كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أوصيكم إياي ثانيا بتقوى الله. നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ തിരക്കേറിയ ജീവിതത്തിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് സമയത്താണ് മരണം നമ്മളെ പിടിക്കുക എന്നൊരു ഗ്യാരണ്ടി ഇല്ല. ആ മരണത്തെ കണ്ടിട്ടാണോ നമ്മൾ ഈ ജീവിതം നയിക്കുന്നത് എന്ന് നമ്മൾ സദാസമയം ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, കഴിഞ്ഞ ദിവസം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന പോലുള്ള ഒരു മരണം കഴിഞ്ഞ ദിവസം പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഉമ്മ പ്രഭാത സവാരിക്ക് പോയപ്പോ, അല്ല ഇന്ന് നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ്, സുബഹിസ്കരിച്ചതിന് ശേഷം പ്രഭാത സവാരി. ആ പ്രഭാത സവാരിക്ക് പോയപ്പോ ഒരു ജീപ്പ് ഇടിച്ചിട്ട് ഒരു ഉമ്മ മരണപ്പെടുകയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു സ്വാഭാവിക മരണമായിട്ട്, ആക്സിഡന്റിൽ മരണപ്പെടുന്നുണ്ടല്ലോ എന്ന രൂപത്തിൽ ഒരു സ്വാഭാവിക മരണമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ അതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മളൊന്ന് ആഴത്തിലേക്ക് ഇറങ്ങി നോക്കിയാൽ എന്താണ് അവിടെ സംഭവിച്ചത്? എന്തിനാണ് പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നത്? അത് തെറ്റാണെന്നോ അതല്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മുടെ ബാധ്യതയാണ്, കഴിയുന്നവരൊക്കെ ചെയ്യണം, അതല്ല ഇവിടെ വിഷയം. എന്തിനാണ് ആളുകൾ പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നത്? എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയം, സുബഹിസ്കരിച്ച് ചില ആളുകൾ കിടക്കും, ചില സ്ത്രീകൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെ എല്ലാവരും സംഗതികൾ ചെയ്യുന്ന സമയത്ത് പ്രഭാത സവാരിക്ക് എന്തിനാ പോണത്? അത് ഒന്നെങ്കിൽ ഷുഗർ ഉണ്ടാകും, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാകും, അല്ലെങ്കിൽ BP ഉണ്ടാകും. ഇതൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തടി കുറക്കാൻ വേണ്ടിയിട്ട്, ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ട്. എന്തിനാണ് BP കുറക്കുന്നത്? എന്തിനാണ് കൊളസ്ട്രോൾ കുറക്കുന്നത്? നമ്മൾ ആലോചിച്ചു, എന്തിനാണ് കുറക്കുന്നത്? ഈ ദുനിയാവിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഏറെ ജീവിക്കാൻ, ഒരു മാസമെങ്കിൽ ഒരു മാസം ഏറെ ജീവിക്കാൻ, സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാനാണ്. അല്ലാത്ത മരണത്തെ പേടില്ല ആളുകള് അതിനിറങ്ങൂല, അല്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചത്? ആ പ്രഭാത സവാരിക്കിടെ ജീപ്പ് കുത്തിയിട്ട് മരണപ്പെടുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊക്കെ ഉള്ളൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. എന്താ വെച്ചാല്, ഞാനൊക്കെ മരണപ്പെടുക, എന്റെ ജോലി കഴിഞ്ഞ് ഞാൻ റിട്ടയർഡായി, എന്റെ കുട്ടികളെ മക്കളൊക്കെ കെട്ടിച്ച് ഞാൻ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് എന്റെ കുട്ടികളെ കൺമുന്നിന്ന് അവരൊക്കെ സന്തോഷമാക്കിയിട്ടേ ഞാൻ മരണപ്പെടുള്ളൂ, സ്വാഭാവികമായിട്ടേ ഞാൻ മരണപ്പെടുള്ളൂ എന്ന ഒരു ആത്മവിശ്വാസം നമുക്കൊക്കെ ഉണ്ട്. ഏത് സമയത്താ നമ്മുടെ ജീവിതം ഇവിടുന്ന് അവസാനിപ്പിക്കാൻ ഒരു ഗ്യാരണ്ടി ഇല്ല. റസൂൽ പറയാണ്, നമ്മുടെ പ്രതീക്ഷകൾ പുലരുന്നതിന് മുമ്പേ മരണം നമ്മളെ റാഞ്ചി എടുക്കുമെന്ന് റസൂൽ നമ്മളെ പഠിപ്പിക്കാൻ. അപ്പോ എത്ര വാർത്തകളാണ് ഇതേപോലെ നമ്മൾ കാണുന്നത്. ഒരുമിച്ച് കടന്നുറങ്ങിയ ഭാര്യയും ഭർത്താവും രാവിലെ നീച്ചപ്പോ ഭർത്താവ് മരണപ്പെട്ട എത്ര വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വാപ്പ പെൺകുട്ടിയുടെ നിക്കാഹിന് വേണ്ടിയിട്ട് പന്തലൊരുക്കി, നാട്ടുകാരെ മുഴുവൻ ക്ഷണിച്ച് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി. കല്യാണ ദിവസം വാപ്പാന്റെ കല്യാണ പന്തലിലേക്ക് വാപ്പാന്റെ മയ്യത്തുമായിട്ട് വന്ന എത്ര സംഭവം നമ്മൾ കേട്ടിണ്. വിവാഹ തലേന്ന്, വിവാഹ ദിവസം വരനോ അല്ലെങ്കിൽ വധുവോ മരിച്ച സംഭവം നമ്മൾ എത്ര കേട്ടിട്ടുണ്ട്. ഈ ലോകത്തെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെയും നമ്മുടെ നാടിനെയും കുടുംബത്തെയും ബന്ധുക്കളെയൊക്കെ ഒഴിവാക്കിയിട്ട് ജീവിക്കാൻ വേണ്ടി പ്രവാസിയായ മനുഷ്യന്മാര്, അവര് പ്രവാസ ലോകത്ത് വെച്ച് മരണപ്പെട്ടിട്ട് ആ മയ്യത്ത് പോലും അവസാനമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ അന്യനാട്ടിൽ, അന്യരാജ്യത്ത് മറമാടപ്പെട്ട എത്ര ആളുകളുണ്ട്. സ്വാഭാവികമാണ്. പരീക്ഷക്ക് പ്രിപ്പയർ ആയി എല്ലാം പഠിച്ച് ഹോൾ ടിക്കറ്റ് റെഡിയാക്കിയിട്ട് പരീക്ഷക്ക് പോകുന്ന വഴിക്ക് ആക്സിഡന്റ് ആയിട്ട് മരിച്ച എത്ര വാർത്തകളുണ്ട്. പരീക്ഷ എഴുതി നന്നായിട്ട് പഠിച്ച് ഉറക്കൊഴിച്ച് എല്ലാം ത്യജിച്ച് പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോ ആ റിസൾട്ട് വരുന്നതിന് മുമ്പേ മരണപ്പെട്ട എത്ര വിദ്യാർത്ഥികൾ നമുക്കറിയാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോ സൂചിപ്പിച്ചതുപോലെ ഈ ലോകം പെട്ടെന്ന് തീരും. നമ്മുടെ
ആയുസ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ മാസങ്ങൾ തീരുന്ന പോലെ വർഷങ്ങൾ തീർന്ന് നമ്മൾ പിന്നോട്ട് നോക്കുമ്പോ, അല്ലെങ്കിൽ നമ്മളൊന്ന് കണ്ണാടിക്ക് നോക്കുമ്പോ നമ്മുടെ തലയിൽ നര വന്നിട്ടുണ്ടാകും, നമ്മുടെ ശരീരം ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ടാകും, നമ്മള് മണ്ണോട് ചേരാൻ സമയമായിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ നമ്മൾ നാളത്തെ ജീവിതത്തിന് വേണ്ടി, യഥാർത്ഥ ജീവിതത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തല് നമ്മുടെ ബാധ്യതയാണ്. അല്ലെങ്കിൽ രണ്ട് ലോകവും, ഈ ലോകം ബിസിയായിട്ടും അടുത്ത ലോകം പ്രയാസപ്പെട്ടിട്ടും നരകത്തിലായിട്ടും നമ്മൾ ജീവിക്കേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ ബർക്കത്തുള്ളവരാകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. സദാസമയം റബ്ബ് സുബ്ഹാനഹു വ തആലയെ നന്ദി കാണിച്ചുകൊണ്ട് ഏത് സമയത്തും ആകസ്മികമായിട്ട് നമ്മുടെ മരണം, നമ്മുടെ റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോകാം എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ ജീവിതത്തെ കാണുക. ഇരു ലോകത്തും വിജയിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പമാർ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ മക്കള്, അവരുടെ ഖബറിടം നീ വിശാലമാക്കണ സുബ്ഹാനെ. അല്ലാഹുവേ, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, അവരുടെ കടം നീ ദൂരീകരിച്ചു കൊടുക്കണേ സുബ്ഹാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, വേദന അനുഭവിക്കുന്നവർ, അവരുടെ രോഗം നീ ശിഫയാക്കണേ സുബ്ഹാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات يا قاضي الحاجات. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.